ചോദ്യമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. യെസ്, ആസ്വാദന കുറിപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാന്ന് നിങ്ങൾക്ക് ഒരു ധാരണ വേണ്ടേ? എന്റെ മക്കൾക്ക് അറിയായിരിക്കും, എന്നാലും മിസ് എക്സാം ഒക്കെ ആവാനായതല്ലേ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ആസ്വാദന കുറിപ്പ് കഥയായിക്കോട്ടെ കവിത ആയിക്കോട്ടെ നമുക്ക് ആസ്വാദന കുറിപ്പ് എഴുതാൻ പറയൂ അല്ലേ. ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ ഒരു കഥ തന്നിട്ടായിരിക്കും നിങ്ങളോട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പറയാം. ഇനി ചിലപ്പോൾ ഒരു കവിത ആയിരിക്കാം. അപ്പം രണ്ടും എഴുതുമ്പോൾ ഏത് രീതിയിൽ എഴുതണം, ഏത് രീതിയിൽ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോ ഒരു കഥയാണ് തരുന്നെങ്കിൽ മക്കളെ അതിൽ എഴുത്തുകാരനെ കുറിച്ചിട്ട് എന്തായാലും എഴുതിയിരിക്കണം. അടുത്തതോ കഥയുടെ ആശയം എന്താണെന്ന് അതിൽ വ്യക്തമായിരിക്കണം. ആസ്വാദനം, ആ കഥയുടെ ആസ്വാദനം അതും കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങളൊരു ആസ്വാദന കുറിപ്പ് എഴുതാന്. സംഗ്രഹം, പിന്നെയോ നിങ്ങൾക്ക് അതിന് മനസ്സിലായതും പിന്നെ തുടക്കം മാത്രം പോരാലോ, ഒരു അവസാനം വേണ്ടേ, അതേപോലെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നല്ല അടിപൊളി പാരഗ്രാഫ്. യെസ്, ഖണ്ഡികയാക്കിയിട്ട് വേണം എഴുതാൻ. എന്താണ് പാരാഗ്രാഫ്? മക്കളെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് വേണം, ഒരു പാരഗ്രാഫ് അല്ല പാരഗ്രാഫ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്തെഴുതാണ് ആസ്വാദന കുറിപ്പ് എഴുതാൻ. വലിച്ചു വാരി എഴുതരുത്, വലിച്ചു വാരി എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുകയാണെങ്കിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? യെസ്, അതിലൊരു ശീർഷകം ഉണ്ടായിരിക്കണം. രചയിതാവ് ആരാന്ന് വെച്ചാൽ അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഇനി അതിന്റെ ആശയം, നിങ്ങൾ ആ ഒരു കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ആശയം എന്തായാലും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ശബ്ദഭംഗി, ഇഷ്ടവരികൾ, നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതാന്ന് വെച്ചാൽ അത് ഉൾപ്പെടുത്തിക്കണം. സ്വന്തം നിരീക്ഷണങ്ങൾ, നിങ്ങൾക്ക് അതിന് മനസ്സിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എന്തെഴുതാന്. യെസ്, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പം മിസ് ഇവിടെ തെങ്ങ് എന്നുള്ള ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പാണ് നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു കവിതയുണ്ട്. നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഒരു കവിതയാണ് കേട്ടോ തെങ്ങ് എന്നുള്ളത്. കാറ്റത്തിളകും മടലുകളും കാറ്റുതഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം പാരിനഴകും നിഴലുമേകി പാരമിത്തെങ്ങു വിളങ്ങിടുന്നു തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തല മേൽ താങ്ങി നിന്നിടുന്നു. വേനൽക്കും മഞ്ഞിനും ഭേദമില്ല, വേറിട്ടൊരൊറ്റ നിലവുമില്ല, അച്ഛനും അമ്മയും ബാല്യകാല കൽപ്പം ജലമിതി നേകി പോലും ആ നന്ദി മൂലം അവർക്കിതിപ്പോ ലാളിച്ചതൊക്കെയും നൽകിടുന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ തെങ്ങ് എന്നുള്ള ഒരു കവിതയാണ് മക്കളെ മിസ്സോട് വായിച്ചത്. ഇതിന്റെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. യെസ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിത തെങ്ങ് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ പരസ്പര ബന്ധത്തെ ഉജ്ജ്വലമായി അവതരിപ്പിക്കുന്ന കൃതിയാണ്. പാരമ്പര്യവും കാർഷിക ജീവിതവുമൊക്കെ നയിച്ചിരുന്ന കാലഘട്ടത്തിന്റെ സൗന്ദര്യവും പൗരുഷവും ഈ കവിതയിൽ പ്രകടമാകുന്നു. തെങ്ങ് ഒരു കേരളീയ ചിഹ്നമായി പ്രകൃതിയുടെ അനിവാര്യമുള്ള സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്നു. കവിതയിൽ തെങ്ങിനെ പ്രകൃതിയുടെ മഹത്തായ ഒരു ദാനമായി കാണുന്നു. കാറ്റത്തിളകും മടലുകളും കാച്ചുതയ്ക്കും കുലകളുമായി എന്ന് ആരംഭിക്കുന്ന വരികൾ തെങ്ങിന്റെ പ്രകൃതി സൗന്ദര്യത്തെ സജീവമായി ആവിഷ്കരിക്കുന്നു. പിന്നെയോ തെങ്ങ് പാരിസ്ഥിതിക സൗന്ദര്യം മാത്രമല്ല, സമുദായത്തിനും ആഗോള മനുഷ്യ സമൂഹത്തിനും ലഭിക്കുന്ന ആഹാരവും നിർവൃതികളും നൽകുന്ന സംതൃപ്തിയുടെ ചിഹ്നമായി മാറുന്നു. തെങ്ങിന്റെ കരുത്തും ഏകാന്തമായ നിശ്ചലതയും വെറും മരമായി നിൽക്കാതെ തന്റെ ഉടമസ്ഥർക്കും മനുഷ്യ സമൂഹത്തിനും എല്ലാത്തിനും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. മക്കളെ, നമ്മള് തെങ്ങ് എന്നുള്ള ആ ഒരു കവിതയ്ക്ക് നല്ലൊരു അടിപൊളി ആസ്വാദനാണ് ഇപ്പൊ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ഇത് മിസ് വേറൊരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കഥ ആയിക്കോട്ടെ കവിത ആയിക്കോട്ടെ അതിന്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് മനസ്സിലായല്ലോ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എന്തായാലും ക്രിസ്മസ് എക്സാമിന് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം വന്നിരിക്കും. അപ്പൊ എന്തായാലും നല്ല അടിച്ചു പൊളിച്ച് എക്സാം ഒക്കെ എഴുതി പാസ്സാവുക. എന്തായാലും എജുപോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, ആതിര മിസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തായാലും മക്കളെ, അടിപൊളിയായിട്ട് എക്സാം ചെയ്ത എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.